കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ജനവിരുദ്ധ ബജറ്റാണ് ഇത് എന്നും പുതിയ പദ്ധതികളൊന്നുമില്ലാത്ത വെറും വാചകമേള മാത്രമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. തിന്നാൻ വല്ലതുമുണ്ടെങ്കിലേ പാചകത്തിൽ കാര്യമുള്ളൂ. കേരളത്തോട് ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളുമുണ്ട്. കേരളത്തിന്റെ ബജറ്റിൽ ഓരോ രൂപ ചെലവാക്കുമ്പോഴും 14% മാത്രമേ പലിശയുള്ളൂ. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നില എന്താണെന്ന് ഇവിടെയുള്ള ചില വിദ്വാൻമാർ പറയണം. കാർഷിക മേഖലയെ ഉണർത്താനോ വ്യവസായ മേഖലയുടെ വളർച്ചക്കോ പദ്ധതികളൊന്നുമില്ല. ചില വ്യവസായികൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്നു. എന്നാൽ അവർ ഈ രാജ്യത്ത് നിക്ഷേപിക്കുന്നുമില്ല. വരുമാനം കുറയുന്നത് കൊണ്ട് ഡിമാൻഡ് കുറയുന്ന കാഴ്ചയാണ് രാജ്യത്ത്. മോദി സർക്കാരിൻ്റേത് തലതിരിഞ്ഞ നയമാണ്. മോദിക്ക് മുമ്പുള്ള 10 വർഷം വളർച്ച വേഗത്തിലായിരുന്നു. ഇതുപോലെ സമ്പദ്ഘടനയെ വെച്ച് തോന്നിവാസം കാണിച്ചിട്ടുള്ള വേറെ ഏത് പ്രധാനമന്ത്രി ഉണ്ടെന്നും നാഗ്പൂരിലുള്ളവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കുളമാക്കുന്നുവെന്നും എന്നിട്ടാണ് അമൃത് കാലം എന്ന് പറയുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. ദരിദ്ര ജനവിഭാഗങ്ങളും തൊഴിലാളികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ നയരൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല എന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിന്നും കേന്ദ്ര ബജറ്റിൽ നിന്നും വ്യക്തമാണെന്ന് CPM കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും ഒരിടത്തുപോലും തൊഴിലാളി എന്ന വാക്കില്ല എന്നത് ശ്രദ്ധേയമാണെന്നും CPM ചൂണ്ടിക്കാട്ടുന്നു. ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കപ്പെട്ട ആദായ നികുതി പരിധിയിൽ പോലും ഒരു മാറ്റവും ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതേസമയം കേന്ദ്ര ബജറ്റ് കേരളത്തിന് വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക വകയിരുത്തുന്നതിന് ആനുപാതികമായി കേരളത്തിനും കൂടുതൽ പണം ലഭിക്കുമെന്ന് സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ, മറ്റു പദ്ധതികൾ എന്നിവയിൽ നിന്ന് 45,000 കോടി രൂപയുടെ വർധനവുണ്ട്. ഈ വർധനവിന്റെ ഗുണം കേരളത്തിന് കിട്ടും. എന്നാൽ ഓരോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്ര പദ്ധതികളും ആത്മാർത്ഥതയോടെ നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിന്റെ നേട്ടം കേരളത്തിന് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. നാണ്യപ്പെരുപ്പം കുറയ്ക്കുന്നതും വളർച്ചാ നിരക്ക് 7% നിലനിർത്തുന്നതും രാജ്യത്തിന് നേട്ടമാവും. വനിതാക്ഷേമം ഉറപ്പുവരുത്താൻ വനിത കൂടിയായ ധനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. 2 കോടി വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ പുതുതായി നിർമ്മിക്കുക. 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ നൽകുന്നത് പുതിയൊരു ചുവടുവെപ്പാവും. ഇതിലൂടെ പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭിക്കും. മത്സ്യസമ്പദ് യോജന വിപുലപ്പെടുത്തുന്നത് മത്സ്യപ്രവർത്തകർക്ക് ഏറെ ആശ്വാസകരമാവും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. UPA സർക്കാരിനെ അപേക്ഷിച്ച് 700 ഇരട്ടി അധികമാണ് റെയിൽവേക്ക് അനുവദിച്ചിരിക്കുന്നത്. 2,744 കോടി രൂപ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചു. 92 മേൽപ്പാലങ്ങളും 35 അമൃത് സ്റ്റേഷനുകളുമാണ് സംസ്ഥാനത്തിന് അനുവദിച്ചത്. കേരളത്തിന് ഏറ്റവും കൂടുതൽ നൽകിയ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.